ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സലാഡാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ ഇറച്ചി വരട്ടെ ഇതിലേക്കൊക്കെ എടുക്കുന്ന ഒരു കാബേജ് സലാഡുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഒരു താളിച്ച് വെച്ച സലാഡാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എന്തെങ്കിലും പൊരിച്ചെടുത്തതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇതേപോലെ മീറ്റ് എന്തെങ്കിലും വരട്ടിയെടുത്തതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. രാത്രിയെ അപേക്ഷിച്ച് ഉച്ചക്കാണ് ഞങ്ങളിത് ഉണ്ടാക്കി കഴിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും റെസിപ്പിയിലേക്ക് പോകാം. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാബേജാണ്. അപ്പോൾ ഞാൻ ക്യാബേജ് ആവശ്യത്തിന് മുറിച്ചെടുക്കുന്നുണ്ട്. നേരത്തെ ക്യാബേജും കുറച്ച് സവാളയും മാത്രമാണ് ഉണ്ടാക്കിയിരുന്നത്. അതിന് മോശമാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും പുതിയൊരു ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ പറ്റിയ വേറൊരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ രൂപത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ മുറിച്ചെടുത്ത ക്യാബേജിലേക്ക് ഞാൻ ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് സവാള മുറിച്ചെടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി മുറിച്ചെടുക്കാം. ഈ ഇഞ്ചി ചേർക്കുന്നതാണ് ഇതിനെ വെറൈറ്റി ആക്കുന്നത് കേട്ടോ. ഇനി നേരത്തെ മാറ്റി വെച്ച ക്യാബേജിനെടുത്ത് നോക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് കിനിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇത് പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ സലാഡിൽ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ ഈ വെച്ചൊരു രൂപത്തിൽ സവാളയും ചേർത്തിട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിനെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതാ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെയുണ്ട്. മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ലാസ്റ്റ് നമ്മൾ വെച്ചതിൽ നിന്ന് ഇത്രയും വെള്ളത്തിൻ്റെ അംശം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വെതറിയെടുക്കാം. നേരത്തെ അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് എടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് പൊട്ടി വന്നതിന് ശേഷം ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. ഈ ഉഴുന്നാണ് ഈ ഒരു സലാഡിൻ്റെ ഹൈലൈറ്റ്. ഇനി നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടല ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉഴുന്ന് മാത്രമാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇഞ്ചി ചേർത്ത് വഴിക്ക് തന്നെ മുളകും ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഉണ്ടെങ്കിൽ അതും കൂടെ ഉഴുന്നിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചെറിയ ജീരകം പൊടിച്ച് വെച്ചതായതുകൊണ്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇനി സലാഡിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാണ്. ഇതുണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയപ്പോൾ ഞാൻ ചേർത്ത ആ ഒരു ഉഴുന്നാണ് ക്രഞ്ചി ആയിട്ട് തോന്നിയത്. പിന്നെ നമ്മൾ ചേർത്ത ഇഞ്ചിയുടെ ടേസ്റ്റും നമുക്ക് നല്ലൊരു ഫ്ലേവർ തരുന്നുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നുമില്ല. ഇനി തൈരും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റും. എങ്ങനെയായാലും നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും നോണിൻ്റെ കൂടെ അല്ലെങ്കിൽ കറി വെച്ചതിൻ്റെ കൂടെ ഒക്കെ ആയിട്ടാണ് കഴിക്കാൻ ഒന്നുകൂടെ നന്നാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉപ്പും മുളകൊക്കെ ബാലൻസ് ചെയ്തിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ശരി, ബൈ.